ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ സ്പെഷ്യൽ പപ്പടം കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചെടുക്കുന്നുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. ഇതിലേക്ക് ആവശ്യമായ സവാള അരിഞ്ഞു വയ്ക്കാം. സവാളയും പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇവിടെ പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഈ പപ്പടം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരിയിച്ച് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് മുരിയിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പപ്പടം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചാറിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടമെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പപ്പടം കറി തയ്യാറായി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.